എന്താണ് ഈശ്വര സമർപ്പണം? സ്വയം സദാ ബ്രഹ്മചാരിയായി മാറുക എന്നുള്ളതാണ് ഈശ്വര സമർപ്പണം. ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബ്രഹ്മത്തെ എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും സ്തുതിക്കുക, മന്ത്രജപം നടത്തുക, പറ്റുമ്പോഴൊക്കെ ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാൻ ശ്രമിക്കുക, അതുപോലെ നിവേദ്യം കൊടുക്കുക, വിളക്ക് കൊളുത്തുക, പ്രാർത്ഥനകൾ ചെയ്യുക. ഇവയൊക്കെ തന്നെ ഈശ്വര സമർപ്പണമാണ്. നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ചിരുന്ന ഈ ഈശ്വര സമർപ്പണം എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? നാം കൊടുക്കുന്ന നിവേദ്യം അത് ഭക്ഷിച്ചാൽ മാത്രമേ ഭഗവാനെ നിലനിൽക്കുള്ളൂ എന്നാണോ നമ്മുടെ വിശ്വാസം? പക്ഷെ അങ്ങനെയല്ല. നാം ഭഗവാന് വേണ്ടി കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന് വേണ്ടിയിട്ടല്ല, നിരമറിച്ച് നമ്മുടെ യശസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആത്മീയമായിട്ടുള്ള നില ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പൂർണ്ണബോധ്യം ഉണ്ടാകുമ്പോൾ സദാ ബ്രഹ്മചാരിയായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ബ്രഹ്മചര്യം എന്നതിൻ്റെ അർത്ഥം സദാ ബ്രഹ്മത്തെ ചരിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും എന്തും ബ്രഹ്മത്തോടൊപ്പം സഞ്ചരിക്കുന്ന തരത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ്.